ആഗോള ക്രൈസ്തവ സഭ ഒരു ചരിത്ര നിമിഷങ്ങൾക്കാണ് തുർക്കിയിലെ ഇസ്നിക്കിൻ്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചത്. നിക്കയ സുനഹദോസിൻ്റെ 1700-ാം വാർഷിക ആഘോഷങ്ങൾ നിക്കയ സുനഹദോസ് നടന്ന ഇപ്പോൾ ഇസ്നിക് എന്നറിയപ്പെടുന്ന ആ തടാകക്കരയിൽ നടക്കുകയുണ്ടായി. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടുമുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ 27ഓളം മേലധ്യക്ഷന്മാരുടെ സാന്നിധ്യത്തിലാണ് ആ ആഘോഷങ്ങൾ നടന്നത്. തീർച്ചയായിട്ടും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അഭിമാനിക്കാം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ആ മുൻനിരയിൽ തന്നെ നിന്നുകൊണ്ട് ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിച്ചു. നമുക്ക് അഭിമന്യ ബാവ തിരുമേനി നമ്മോടൊപ്പമുണ്ട്. ആ നിക്കയ സുനഹദോസിൻ്റെ ആ 1700-ാമത് വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്ത ആ ഒരു അനുഭവം, ഒപ്പം തന്നെ വിവിധ ക്രൈസ്തവ സഭകൾ തമ്മിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട ആ ഒരു ഐക്യത്തിൻ്റെ ആ ഒരു ആവശ്യകത, അതിനെപ്പറ്റി നമുക്ക് ബാവ തിരുമേനിയോട് ചോദിച്ചറിയാം. അഭിമന്യ തിരുമേനി, തീർച്ചയായിട്ടും സ്വാഗതം. വലിയൊരു സുപ്രധാനമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗോള ക്രൈസ്തവ സഭ കടന്നുപോയത്. നിക്കയ സുനഹദോസിൻ്റെ 1700-ാമത് വാർഷികം ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ പ്രമാണത്തിന് അടിസ്ഥാനം പാകിയ നിക്കയ സുനഹദോസ്. അപ്പോൾ ആ ഒരു വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ച ആ ഒരു അനുഭവം, പ്രത്യേകിച്ച് ലയോ 14 മാർപ്പാപ്പയോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ച ആ ഒരു അനുഭവം അങ്ങൊന്ന് പങ്കുവയ്ക്കാം. വളരെയധികം സന്തോഷമുണ്ട്. വളരെ നിർണായകമായിരിക്കുന്ന ഒരു സുന്നഹദോസ് നടന്നതിൻ്റെ അതേ സ്ഥലത്ത് 1700 വർഷങ്ങൾക്ക് ശേഷം ക്രൈസ്തവ സഭകൾക്കെല്ലാം കൂടി ഒരുമിച്ച് ചേരുവാൻ ഇടയായത് വളരെ വലിയ ഒരു സംഭവമാണ്. സഭയുടെ പിതാക്കന്മാരെല്ലാവരും അന്ന് ഒരുമിച്ച് 318 പിതാക്കന്മാരൊരുമിച്ച് നിക്കയ സുന്നഹദോസിൽ സംബന്ധിച്ചു. സുപ്രധാനമായ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളെടുത്തു. അത് അംഗീകരിക്കാത്ത ഒരു സഭയും ഇന്ന് ലോകത്തിലില്ല. എല്ലാ സഭകളും അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും ഈ വാർഷികത്തിൽ സംബന്ധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രധാനമായും റോമൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും, ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭകളിൽ നിന്നും, ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ നിന്നും, പ്രോട്ടസ്റ്റന്റ് സഭകളിൽ നിന്നും, ആംഗ്ലിക്കൻ സഭകളിൽ നിന്നും, ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവർ ഇത് സംബന്ധിച്ചു എന്നുള്ളത് സഭയുടെ ഐക്യത്തെക്കുറിച്ച് വളരെ ആശാവഹമായിരിക്കുന്ന ഒരു സന്ദേശമാണ് നൽകുന്നത്. സഭ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിൽ